കഴിഞ്ഞ 6 പതിറ്റാണ്ടായി രണ്ടു രാഷ്ട്രീയ പാർട്ടികളെ ചുറ്റിത്തിരിഞ്ഞാണ് തമിഴക ഭരണം. DMK-യും AIADMK-യും. ഏതാണ്ട് 30 വർഷം AIADMK ഭരിച്ചു. DMK 25 വർഷം തമിഴകത്തെ നയിച്ചു. ഇതിനിടയിൽ പല പാർട്ടികൾ പിറവിയെടുത്തു. അവരൊക്കെ പിന്നീട് ഈ രണ്ടു ദ്രാവിഡ പാർട്ടികൾ നയിക്കുന്ന സഖ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പക്ഷത്തായി. പക്ഷേ ഇത്തവണ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത് നടൻ വിജയുടെയും അദ്ദേഹത്തിന്റെ പാർട്ടി TVK-യുടെയും കടന്നുവരവാണ്. ഫെബ്രുവരിയിൽ രൂപം കൊണ്ട TVK-യുടെ രണ്ടാം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ഓഗസ്റ്റിൽ മധുരയിലായിരുന്നു. മധുര പട്ടണത്തിൽ ഉയർന്ന കൂറ്റൻ കട്ടൗട്ടുകളിൽ വിജയ് മാത്രമായിരുന്നില്ല. DMK സ്ഥാപകൻ അണ്ണാദുരൈയും AIADMK സ്ഥാപകൻ MGR-ഉം സ്ഥാനം പിടിച്ചു. ആ കട്ടൗട്ടുകളിൽ കുറിച്ചിരുന്നത് ചരിത്രം ആവർത്തിക്കുമെന്നാണ്. കോൺഗ്രസിനെ തകർത്ത് DMK അധികാരത്തിലെത്തിയ 1967, MGR രൂപീകരിച്ച AIADMK അധികാരം പിടിച്ച 1977. അതിന് സമാനമായി 2026 തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു നിർണായക വർഷമായി അടയാളപ്പെടുത്തുകയാണ് ഇതിലൂടെ വിജയും TVK-യും. ഒപ്പം അണ്ണയുടെയും MGR-ന്റെയും പാരമ്പര്യം ഒരു പാർട്ടിയുടേത് മാത്രമല്ല, മറിച്ച് തമിഴ്നാട്ടിലെ മുഴുവൻ ജനങ്ങളുടേതുമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു അവർ. അണ്ണയുടെയും MGR-ന്റെയും രാഷ്ട്രീയ പിൻഗാമിയാണ് താനെന്ന സന്ദേശവും വിജയ് ഇതിലൂടെ നൽകി. മറ്റു പലരെയും പോലെ സിനിമയിൽ കത്തി നിൽക്കുമ്പോഴാണ് ഇളയ ദളപതിയുടെ രാഷ്ട്രീയ പ്രവേശം. തമിഴ് സിനിമയും രാഷ്ട്രീയവും ഇഴചേർന്ന് കിടക്കുന്നുവെന്ന് പറയുമ്പോഴും സ്വന്തം പാർട്ടി ഉണ്ടാക്കി തിളങ്ങാതെ പോയ സിനിമാക്കാരാണ് അധികവും. ശിവാജി ഗണേശൻ, കാർത്തിക്, ശരത് കുമാർ തുടങ്ങിയവരൊക്കെ വീണുപോയവർ. വലിയ ആരാധക വൃന്ദം ഉണ്ടായിട്ടും മക്കൾ നീതിമയ്യം എന്ന പാർട്ടിയുമായി പോരിനിറങ്ങിയ ഉലകനായകൻ കമൽഹാസനും ചലനമുണ്ടാക്കാനായില്ല. ഒരു പരിധിവരെയെങ്കിലും ശോഭിക്കാൻ കഴിഞ്ഞത് കറുപ്പ് MGR എന്ന് വിളിച്ചിരുന്ന വിജയകാന്തിന് മാത്രമായിരുന്നു. DMDK എന്ന പാർട്ടി രൂപീകരിച്ച ശേഷമുള്ള 2006 തെരഞ്ഞെടുപ്പിൽ 232 മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു. 8% വോട്ടും ബിരുദാചലം മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു ക്യാപ്റ്റൻ. 2011 തെരഞ്ഞെടുപ്പിൽ ജയലളിതയുമായി സഖ്യമുണ്ടാക്കി 29 സീറ്റ് നേടി. രണ്ടാമത്തെ വലിയ കക്ഷിയും പ്രതിപക്ഷ നേതാവുമായി. വിജയകാന്ത് ഇന്നില്ല. ആ പാർട്ടി ഇത്തവണ ആദ്യമായി DMK മുന്നണിയിലും. രണ്ടു പ്രധാന ശക്തികൾ മാത്രം വാണിരുന്ന തമിഴക രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച വിജയകാന്തിന്റെ അതേ പാതയിലാണെന്ന് വിജയും. പ്രത്യേകിച്ച് ജയലളിത മരണശേഷം തലയെടുപ്പുള്ള നേതാവില്ലാതെ പോയ AIADMK-യുടെ സ്ഥാനത്ത് TVK-യെ പ്രതിഷ്ഠിക്കുകയാണ് ലക്ഷ്യം. പ്രസംഗങ്ങളിൽ, പൊതുയോഗങ്ങളിൽ ഒക്കെ ആ ജാഗ്രത കാണാം. വിജയ് ലക്ഷ്യം വെക്കുന്നത് DMK-യെ മാത്രം. പ്രത്യയശാസ്ത്രപരമായി BJP-യോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് വിജയ്. ഇന്ന് BJP-യുടെ സഖ്യകക്ഷിയാണ് AIADMK. BJP-യുമായി സഖ്യമുണ്ടാക്കി AIADMK നേതൃത്വം അതിന്റെ ദ്രാവിഡ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുവെന്ന് ആരോപിക്കുകയാണ് വിജയ്. എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി DMK-ക്ക് ബദൽ TVK തന്നെ എന്ന സന്ദേശവും വിജയ് നൽകുകയാണ്. വിജയുടെ റാലികളിലേക്ക് വലിയ ജനക്കൂട്ടം ഒഴുകിയെത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും വോട്ടാകുമെന്ന് പറയുക വയ്യ. കോയമ്പത്തൂരും സേലവും ഉൾപ്പെടുന്ന കൊങ്കുനാട്ടിലെയും മധുരയിലെയും ഉറച്ച AIADMK വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറൽ അത്ര എളുപ്പമാകില്ല. എങ്കിലും 12 ലക്ഷത്തിലധികം വരുന്ന പുതിയ വോട്ടർമാർ, യുവജനങ്ങൾ, സ്ത്രീകൾ തുടങ്ങിയവർ എങ്ങനെ ചിന്തിക്കുമെന്നത് നിർണായകമാണ്. 20 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവരുടെ മാത്രം കണക്കെടുത്താൽ അത് 2,28,00,000 വരും. 10 മുതൽ 15% വരെ വോട്ട് നേടാനായാൽ പോലും അത് വിജയെയും TVK-യെയും സംബന്ധിച്ച് മികച്ച തുടക്കമാകും. അങ്ങനെ സംഭവിച്ചാൽ പല മണ്ഡലങ്ങളിലെയും ജയപരാജയങ്ങളെ TVK നിർണ്ണയിക്കും. AIADMK-ക്ക് മാത്രമല്ല DMK-ക്കും നഷ്ടം സംഭവിക്കും. വിജയ് ഒരു ബദലാകുമോ അതോ താൽക്കാലിക പ്രതിഭാസമോ എന്നതിന് തമിഴകം ഉത്തരം നൽകും.